അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ദൂരത്ത് ഒരാൾ ഇങ്ങനെ ഇവിടുന്ന് നടന്നിട്ട് ഈ ഒരു പാത്തിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇനീഷ്യലി ഇയാളുടെ സംബന്ധിച്ചിട്ട് ഈ എന്താണ് ഓറഞ്ച് കളർ ആളെ സംബന്ധിച്ചിട്ടുള്ള ഇയാളുടെ പൊസിഷൻ അവിടെ നിന്നുള്ള ആ ഒരു വെക്ടർ നമുക്ക് വിളിക്കാൻ വേണ്ടി പൊസിഷൻ വെക്ടർ ഓഫ് ദിസ് പിങ്ക് മാൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓറഞ്ച് മാൻ നമുക്ക് വിളിക്കാൻ പറ്റും. വിളിക്കാം. ഓക്കെ, എന്നിട്ട് അയാളിങ്ങനെ മൂന്നതിനനുസരിച്ചിട്ട് ഈ പൊസിഷൻ വെക്ടർ മാറുന്നുണ്ട്. ഈ പൊസിഷൻ വെക്ടർ എന്തൊക്കെ മാറുന്നുണ്ട്? ഒന്ന് ഈ പറഞ്ഞ ഇത് മാറുന്നുണ്ട്, എന്ത് ലെങ്ത്ത് മാറുന്നുണ്ട് ഈ പൊസിഷൻ വെക്ടറിൻ്റെ. കറക്റ്റ് അല്ല, ഈ ലെങ്ത്ത് മാറുന്നുണ്ട്. കാരണം ഇവിടെ നോക്കിയാൽ കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലാണ്. കറക്റ്റ്. ഓക്കെ, അത് മാത്രമല്ല പിന്നെ പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ കൂടി മാറുന്നുണ്ട്. ഓക്കെ, ആംഗിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ടേക്ക് ഒരു തീറ്റ ഡിഗ്രിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആംഗിളിന് നമ്മൾ പറയും എന്താ പറയുക, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ പൊസിഷൻ വെക്ടറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പൊസിഷന് വ്യത്യാസം വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കുകയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, റൈറ്റ്. പക്ഷേ ആംഗിൾ വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് വിളിക്കാൻ. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പൊസിഷൻ വെക്ടർ ഓഫ് പിങ്ക് വിത്ത് റെസ്പെക്ട് ടു ഓറഞ്ച് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഈ ആംഗിൾ ഇനി ഇപ്പം ഇയാൾ ഈ പിങ്ക് കളർ ആൾ ഇവിടത്തേക്ക് പോകുന്ന സമയത്ത് ഇയാൾ മേ ബി മെല്ലെ നോക്കിയിട്ടുണ്ടാവുക. പെട്ടെന്ന് സ്പീഡിൽ നോക്കണമെന്നില്ല, മെല്ലെ നോക്കിയിട്ടായിരിക്കും ഈ പറഞ്ഞ പൊസിഷൻ വെക്ടർ എടുത്തിട്ടുണ്ടാവുക. അല്ല ചിലപ്പോൾ സ്പീഡിൽ നോക്കിയിട്ടായിരിക്കും ഈ പൊസിഷൻ വെക്ടറിൻ്റെ ഈ ആംഗിൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇയാളുടെ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പീഡിലാണോ ഇത് നമ്മൾ ഇപ്പം ഇത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സാധനമാണ്. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കുക, വെലോസിറ്റി എന്നാണ് വിളിക്കാൻ. അതേപോലെ തന്നെ ഇവിടെ ഡി തീറ്റ ബൈ ഡി ടിക്ക് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ആംഗുലർ വെലോസിറ്റി എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്. ഇവിടെ ആംഗുലർ കേസിൽ വരുന്ന സമയത്ത് ആംഗുലർ ആക്സിലറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് സർക്കുലർ മോഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കുലർ മോഷൻ ആണോ? അല്ല, ഇതൊരു സർക്കുലർ മോഷൻ അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്ക്, സർക്കുലർ മോഷനാണ്. ഈ ചങ്ങായി സർക്കുലർ മോഷനിലാണ് പോകുന്നത്, അല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ മോഷനിൽ മാത്രമല്ല ഈ കാര്യം ഡിഫൈൻഡ് ആയിട്ടുള്ളത്, നോർമൽ ആയിട്ടുള്ള മോഷനിലും ഈ പറഞ്ഞ തീറ്റയും എന്താണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലർ വെലോസിറ്റിയും എല്ലാം അതേ സാധനങ്ങൾ ഡിഫൈൻഡ് ആണെന്ന കാര്യം. ഇനി അടുത്ത ഒന്നും കൂടി ഈ പറഞ്ഞ ചങ്ങാതി ഇങ്ങനെ ഇയാൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇയാൾക്കുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. കാരണം എന്താ, π/3 സാർ ഇവിടെ ഗിവൺ ആണ്. ശരി, ഓക്കെ. അതുകൊണ്ട് തന്നെ ആംഗുലർ വെലോസിറ്റി ഉണ്ട്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആംഗുലർ വെലോസിറ്റിയും ഉണ്ട്. ശരി, ഇനി ഇയാളെ സംബന്ധിച്ചിട്ടാണെങ്കിലോ, ഇയാൾക്ക് തല റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാൾ നേരെ നിൽക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പിങ്ക് ആൾ ഈ പറഞ്ഞ വൈറ്റ് ആളിനെ സംബന്ധിച്ച് നേരെ പോകുന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് പ്രത്യേകിച്ച് തല തിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 ആണ്. തീറ്റ 0 ആയതുകൊണ്ട് തന്നെ ഡി ഒമേഗ ബൈ ഡി ടിയും അത് 0 ആണ്. പിന്നെ അതേപോലെ ആക്സലറേഷനും 0 ആണെന്ന് പറയാൻ പറ്റും. എന്ത് ആംഗുലർ ആക്സലറേഷൻ കൂടി 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആംഗുലർ വെലോസിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻസ്റ്റന്റേനിയസ് ആംഗുലർ വെലോസിറ്റി എന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ ടൈം, ദാറ്റ് ഈസ് ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയാൻ പറ്റും. ആ പെർട്ടിക്കുലർ ടൈമിലുള്ള ആംഗുലർ വെലോസിറ്റിനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആംഗുലർ വെലോസിറ്റി എന്നും, പിന്നെ ആവറേജ് ആയിട്ടുള്ള ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് ആംഗുലർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഡി സ്ക്വയർ. രണ്ട് പ്രാവശ്യം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. റൈറ്റ്, എന്താണ് അതിൻ്റെ ഡയറക്ഷൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഇത് ഇയാൾ ഒന്നും കൂടി നോക്കുന്നുണ്ട്. ഓക്കെ, ഈ തീറ്റ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഡയറക്ഷൻ എങ്ങനെ ഇട്ടാന്ന് വെച്ചാൽ നമുക്ക് മാത്തമാറ്റിക്കൽ പറയുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് പാം റൂളാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യാൻ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെങ്കിൽ നമ്മൾ വെക്ടർ വെച്ച് ചെയ്യുന്ന പോലെ. ഏത് ഫസ്റ്റത്തെ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, എന്നിട്ട് ഇവിടെ കൈ വെക്കാൻ, കറക്റ്റ് ഇവിടെ കൈ വെക്കാം. എന്നിട്ട് കൈ വെച്ച് നേരെ അടുത്ത വെക്ടറിലേക്ക്, അവിടെ കറക്റ്റ് കൈ വെച്ചിട്ട് അടുത്ത വെക്ടറിലേക്ക് കൈ വരുന്ന പോലെ. എന്നിട്ട് നമ്മൾ തമ്പ് എവിടത്തേക്ക് ഉണ്ടാവുക, തമ്പ് ഉള്ളോട്ടേക്കാണ് ഉണ്ടാവാൻ. തമ്പ് ഉള്ളോട്ടേക്കായിട്ടായിരിക്കും ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഡയറക്ഷൻ, വെക്ടറിൻ്റെ ഡയറക്ഷൻ വെച്ച് പറയുമ്പോൾ മൈനസ് കെ ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. മൈനസ് കെ ക്യാപ്പ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ആംഗുലർ ഈ പറഞ്ഞ ഫീൽ മൈനസ് കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഫീൽ കിട്ടുന്നില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡയറക്ഷൻ മൈനസ് കെ ക്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ പകരം ഇത് എങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ. ഇതെന്ന് പറയുന്നത് എന്താണ്, ക്ലോക്കിൻ്റെ ഡയറക്ഷൻ തന്നെ. സോ നമുക്ക് പറയാൻ പറ്റും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റും. സോ മൈനസ് കെ ക്യാപ്പിന് പകരം നമുക്ക് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നതിനും കുഴപ്പമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇവിടെ രണ്ട് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത്? ആൽഫയും ഒമേഗയുടെയും വാല്യൂ സെയിം ഡയറക്ഷൻ, സെയിം സൈൻ ആണെങ്കിൽ, സെയിം ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു സ്പീഡപ്പ്. അപ്പോൾ അവർ രണ്ടാളെയും സെയിം സൈൻ ആണെങ്കിൽ എന്താണ് സ്പീഡപ്പ് ആവുക. അതുതന്നെ നമുക്ക് ആക്സലേഷൻ്റെ വാല്യൂ വെലോസിറ്റിൻ്റെ വാല്യൂ സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവർ രണ്ടാളും സ്പീഡപ്പ് ആവുന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അതറിയുന്ന കാര്യം തന്നെയാണ്. ശരി, ഇനി ഒന്നും കൂടി നമുക്ക് ഇയാളൊന്ന് ഒബ്സർവ് ചെയ്യാം, ദൂരെയുള്ള ഒരാളെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അയാളുടെ തീറ്റ, ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള അയാളുടെ തീറ്റ ഇതാണ്. ഏത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന തീറ്റ, അതേ തീറ്റ തന്നെ ഇവിടെ ഉണ്ടാവുക, അല്ലേ? പാരലൽ ലൈൻസിന് ഈ പറഞ്ഞ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ആ തീറ്റ ആവുന്ന സമയത്ത്
എനിക്ക് ഈ വെലോസിറ്റി, ഇയാൾ ആക്ച്വലി ഈ വെലോസിറ്റിയിലാണ് പോകുന്നത്, അതിനെ റിസോൾവ് ചെയ്തിട്ട് ഒന്ന് വി കോസ് തീറ്റയും ഒന്ന് വി സൈൻ തീറ്റയും ആക്കാം. നമുക്കറിയാം ഈ പൊസിഷൻ വെക്ടറിൻ്റെ കാര്യം എന്താ. ഈ പൊസിഷൻ വെക്ടറിൻ്റെ ഓരോ പ്രാവശ്യവും ഡയറക്ഷൻ മാറുന്നുണ്ട്, ആംഗിൾ മാറുന്നുണ്ട്. ഈ പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ കാരണക്കാരനായിട്ടുള്ള ഈ പറഞ്ഞ പിങ്ക് ആളുടെ വെലോസിറ്റിയുടെ ഏത് കോമ്പനൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ കോമ്പനൻ്റ് ആണ് പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ കാരണക്കാരനായിട്ടുള്ളത്. ദാറ്റ് ഈസ് വി സൈൻ തീറ്റയാണ് പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ കാരണക്കാരനായിട്ടുള്ളത്. ഓക്കെ, അപ്പം കാരണം വെച്ചാൽ ഇയാൾ ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇയാളുടെ ഇങ്ങനെ പോകുന്നത്, ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ പൊസിഷൻ വെക്ടറിൻ്റെ വാല്യൂ പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അതിന് പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഏത് വെലോസിറ്റിയാണ്, ദാറ്റ് ഈസ് വി കോസ് തീറ്റ. വി കോസ് തീറ്റ ആകുമ്പോൾ ഇയാളുടെ ലെങ്ത്ത് കൂട്ടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊസിഷൻ വെക്ടറിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ശരി, ഇനി നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗുലർ വെലോസിറ്റി കണ്ടെത്താനുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ്. ആംഗുലർ വെലോസിറ്റി ഡി തീറ്റ ബൈ ഡി ടി ആണ് നമുക്കറിയാം, റൈറ്റ്. നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദിസ് പിങ്ക് മാൻ വിത്ത് റെസ്പെക്ട് ടു എ. ആംഗുലർ വെലോസിറ്റി ഓഫ് പിങ്ക് മാൻ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെറിവേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇക്വേഷൻ മനസ്സിലാക്കുക. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ആരാണ്, ഏത് വെലോസിറ്റിയാണ്, ദാറ്റ് ഇസ് വി സൈൻ തീറ്റ. സോ വി സൈൻ തീറ്റ അപ്പോൾ അവർ തമ്മിലുള്ള പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ആർ. ദാറ്റ് മീൻസ് ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓൾറൈറ്റ്, അത് ആ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ വി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ മാറ്റാൻ കാരണക്കാരായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ദി പൊസിഷൻ വെക്ടർ എന്നും പറയാൻ പറ്റും. ഓൾറൈറ്റ്, ഇനി അടുത്തതെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പിങ്ക് മാനും ഇയാളും തമ്മിലുള്ള സെപ്പറേഷൻ. അപ്പോൾ ആ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണല്ലേ, കൂടുതൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കൂടുതൽ സെപ്പറേഷൻ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അതൊന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ റേറ്റ്, ലെങ്ത്തിൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു വെലോസിറ്റി ടൈപ്പ് സാധനമാണ് വേണ്ടത്, അല്ലേ, ആണല്ലോ വേണ്ടത്. ശരി, ഇനി സെപ്പറേഷൻ കൂടാൻ കാരണക്കാരനായിട്ടുള്ള വെലോസിറ്റി ആരാന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് വി കോസ് തീറ്റ. ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ് റേറ്റ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വി കോസ് തീറ്റ എന്ന് ഡയറക്റ്റ് പറയാൻ പറ്റും. അതിന് ഡിവൈഡഡ് ബൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് തന്നെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് രണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തിരിയും. ഇനി വി കോസ് തീറ്റ വാല്യൂ അഥവാ 0 എന്ന് വിചാരിച്ചോ. ഇത് 0 ആണെങ്കിൽ ഇവിടെ ലെങ്ത് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഓരോ കേസിലും ഇവിടെ ഓക്കെ ഇത് ഈക്വൽ ലെങ്ത് ഓഫ് റേറ്റ് ഓഫ് സെപ്പറേഷൻ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ സർക്കുലർ മോഷൻ ആണ്. കറക്റ്റ് ആണല്ലോ, തിയററ്റിക്കലി കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒമേഗ പി വിത്ത് റെസ്പെക്ട് ടു ഒ. ആദ്യം ഇയാളുടെ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. തീറ്റ തന്നിട്ടുണ്ട് 53 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും 53 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 10 cos 50 റിസോൾവ് ചെയ്ത് ഇനി നമുക്ക് വേണ്ടത് ഒമേഗ പി വിത്ത് റെസ്പെക്ട് ഒ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ആൾ ദാറ്റ് ഈസ് 8 ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 3 4. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര, ദാറ്റ് ഈസ് 5. ഇത്ര തന്നെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി ദാറ്റ് ഈസ് 6. ഡൺ, വളരെ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ആംഗിളാണ് തന്നിട്ടുള്ളത്, അല്ലാണ്ട് ഈ ആംഗിൾ അല്ല. അപ്പോൾ ഈ ആംഗിൾ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്, അത് 53. അപ്പോൾ ഈ ആംഗിൾ 53 ആണെങ്കിൽ ഈ ആംഗിൾ 53. അപ്പോൾ ഈ ആംഗിൾ 53 കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇതിനെ പിടിച്ചൊന്ന് റിസോൾവ് ചെയ്യുക. വി കോസ് 53യും വി സൈൻ 53യും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ആംഗുലർ വെലോസിറ്റി ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു എ. ദാറ്റ് മീൻസ് ഇയാളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ആരാണ് വി സൈൻ 53യും ഡിവൈഡ് ബൈ അവരുടെ മാഗ്നിറ്റ്യൂഡ് ഇ ആർ കിട്ടണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ദാറ്റ് ഈസ് cos 37 വാല്യൂ എത്ര, cos 37 that is 4/5 is equal to adjacent side that is d divided by നമുക്ക് അറിയാത്ത മാഗ്നിറ്റ്യൂഡ് that is r. So r ന്റെ വാല്യൂ is equal to I think 4r/5 is equal to d and r ന്റെ വാല്യൂ that is 3d/4. So 3d/4 അവിടെ കൊടുക്കുക, ഉത്തരം കിട്ടും. ഇനി when both particles are moving, രണ്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മളോട് ചോദിക്കുകയാണ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, അല്ലെ ആംഗുലർ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഇയാളുടെ റെസ്റ്റിലുണ്ടാകുമ്പോൾ ഇയാൾ മറ്റേ ആളുടെ വെലോസിറ്റി നോട്ട് ചെയ്യായിരുന്നു ചെയ്തത്. മറ്റേ ആളുടെ വെലോസിറ്റി നോട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് അയാൾ ആംഗുലർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്. കറക്റ്റാണ്. അങ്ങനെയാകുമ്പോൾ ഒരാളിന് റെസ്റ്റിൽ എന്ന രീതിയിൽ നമ്മൾ വിചാരിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ടെക്നിക്ക് ഉപയോഗിക്കും. ദാറ്റ് ഈസ് ആദ്യം രണ്ടുപേരുടെയും വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യും, റിസോൾവ് ചെയ്യും. അപ്പോൾ ഇത് ആംഗിൾ തീറ്റ 1 തീറ്റ 2 ആണെങ്കിൽ ഒന്ന് വി സൈൻ തീറ്റ 1ഉം
വി കോസ് തീറ്റ 1 അതേപോലെ V2 രണ്ടുപേരുടെയും. എന്നിട്ട് ആരുടെ റെസ്പെക്റ്റിലാണ് ചെയ്യേണ്ടത്, അയാൾ നമ്മൾ റെസ്റ്റിലേക്ക് ആക്കും. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ബി റെസ്പെക്ട് ബൈ വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ റെസ്റ്റിൽ എന്ന രീതിയിൽ. അപ്പം നമ്മൾ എയുടെ തലയിൽ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇയാളുടെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ എന്താണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കാരണം ആൾ V2 സൈൻ തീറ്റ ഡിവൈഡ് ബൈ മൈനസ് V1 സൈൻ തീറ്റ 1 ഓക്കെ ഡിവൈഡ് ബൈ R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആംഗുലർ വെലോസിറ്റി കിട്ടും. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ പറഞ്ഞ വെലോസിറ്റിയാണ്. അതാണ് ലെങ്ത് കൂട്ടാനുള്ള കാരണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു ജെ അഡ്വാൻസ് ലെവൽ ടോപ്പിക്കാണിത്. എന്താണ് എത്തുന്നത്, ഫൈൻഡ് ഒമേഗ ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ് എത്താൻ പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്ത് ഇതിനെ റിസോൾവ് ചെയ്ത് രണ്ടുപേരുടെയും. ഇനി ഒമേഗ എ വിത്ത് റെസ്പെക്ട് ടു എ, ദാറ്റ് മീൻസ് എയുടെ തലേൻ്റെ മുകളിൽ ഇരുന്നിട്ട് ബീനെ നോട്ട് ചെയ്യണം. അപ്പോൾ എനെ സംബന്ധിച്ച് ബിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് കാര്യമാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആദ്യം ഇത് ചെയ്യണം നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി, ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. ദാറ്റ് മീൻസ് ഇവിടെ 2 വരും, മുകളിൽ 2 വരും, ഇയാൾക്ക് പിന്നെ ഇവിടെ 6 വരും. ഓക്കെ 60 - 10 6 വരും. ശരി, അപ്പോൾ ഇയാളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കാരണക്കാരനായിട്ട് വെലോസിറ്റി ദാറ്റ് ഇസ് 2. സോ 2 ഡിവൈഡ് ബൈ ഇവരുടെ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും 1 ആണ് എന്ത് ഒമേഗ ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയാൻ പറ്റും. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ ദാറ്റ് ഇസ് 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ രണ്ട് ഇത് തമ്മിൽ എന്ത് വ്യത്യാസം എന്നല്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇവർ തമ്മിലുള്ള ആ ഒരു എന്താണ് റിലേറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, അയാളുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അയാളുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ ആണ് ഇത്, അത് 6 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഓക്കെ, അതിൻ്റെ ഡിഫറൻസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെലോസിറ്റി ആണ് കിട്ടുക. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും 6i ക്യാപ് പ്ലസ് 2j ക്യാപ് എന്ന് പറയാൻ പറ്റും. അതാണ് സംഭവം. സോ ആ ഒരു രണ്ട് കൺസെപ്റ്റ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ഒരാളുടെ റെസ്പെക്റ്റിൽ ഇരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നോർമൽ പരിപാടി ചെയ്യാൻ, ഇത്ര നേരം ചെയ്ത പരിപാടി തന്നെ ചെയ്യാൻ. കുറച്ച് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ, ഇത് മാത്രം ചെയ്ത് നോക്കാം. എന്താണ്, ഇയാൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ശരി, ഇയാളോ ആംഗിൾ എത്രയാണ് തീറ്റ. സോ വി കോസ് തീറ്റ ഉണ്ട്, വി സൈൻ തീറ്റ ഉണ്ട്. വി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് v/2 എന്താ എയുടെ തലയിൽ ഇരിക്കണം. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. അപ്പോൾ എല്ലാം കൂടിയിട്ട് എനെ സംബന്ധിച്ചിട്ട് ഇയാൾ 3v/2 ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെന്താണ് മുകളിലോട്ടേക്ക് ഒരു വെലോസിറ്റി ഇല്ല, ദാറ്റ് മീൻസ് v sin 60 എന്നുള്ള കാര്യം, ദാറ്റ് ഈസ് v√3/2 മുകളിലും ഉണ്ട്. ഓക്കെ, ഇനി ആംഗിൾ ചേഞ്ച് ചെയ്യാൻ കാരണമായിട്ടുള്ള ആര് v sin 60 ആണ്. ദാറ്റ് ഈസ് v sin 60 ഡിവൈഡ് ബൈ r ആണ് എന്ത് ഒമേഗ ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇനി എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3v/2 കിട്ടും. ഇനി ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ ആംഗിൾ ഇയാൾ ആക്ച്വലി ഇയാളുടെ സംബന്ധിച്ചിട്ട് എനെ സംബന്ധിച്ച് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇതാ രണ്ട് വെലോസിറ്റികളുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് അയാൾ പോകുന്നുള്ള കാര്യം മനസ്സിലാക്കാം. അല്ലല്ല, അയാൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലേ, നമ്മളിപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ചെയ്ത്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇയാൾ ഇങ്ങോട്ടേക്കാണ് ഉള്ളത്. ദാറ്റ് മീൻസ് കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇങ്ങോട്ടേക്ക് തോന്നും, വെക്ടർ ഇങ്ങോട്ടേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തോന്നും, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തോന്നും അല്ലേ. അങ്ങനെയല്ല ഇയാളുടെ വെക്ടർ പൊസിഷൻ വെക്ടർ വരക്കാൻ. ദാറ്റ് മീൻസ് അയാളുടെ ആംഗിൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ക്ലോക്ക് വൈസ് അല്ല ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ പ്ലസ് k ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. റൈറ്റ്, ചില ക്വസ്റ്റ്യൻസിൽ ഇവരെത്ര സമയം കൊണ്ട് ഇവിടെ മീറ്റ് ചെയ്യുന്നതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സമയത്ത് എന്താണ് നമ്മളോട് പറയും എത്ര സമയം കൊണ്ട് ഇവർ രണ്ടാളും മീറ്റ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇതേ പരിപാടിയിൽ ചെയ്യാം. റിലേറ്റീവ് വെലോസിറ്റിൻ്റെ സംഭവം വെച്ചിട്ട് ഒരാളുടെ റെസ്പെക്റ്റിൽ ഒരാളുടെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ടോ ഇവിടെ ഉണ്ടാവുന്ന ഇതുണ്ടാവില്ല എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഏത് ഇയാളെ സംബന്ധിച്ച് എനെ സംബന്ധിച്ചിട്ട് ഉള്ള ഇവിടെ ഉണ്ടാകുന്ന എക്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. അവർ രണ്ടാൾ മീറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ രണ്ടാൾ എക്സ് ആക്സിസ് ഒരേതാണ്. അപ്പം എനെ സംബന്ധിച്ചിട്ട് അയാളുടെ എക്സ് ആക്സിലേക്ക് അടുത്തോട്ടേക്ക് വരണം. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റും എന്താ എയുടെ ഉള്ള സംബന്ധിച്ച് എ സൈഡിലോട്ടേക്കുള്ള വെലോസിറ്റിയും അതും. ദാറ്റ് മീൻസ് നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ദാറ്റ് മീൻസ് ടൈം ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ എക്സ് ആക്സിസിലുള്ള റിലേറ്റീവ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എ. ഓക്കെ, ദാറ്റ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദാറ്റ് സ്പീഡ് ദാറ്റ് ഈസ് റിലേറ്റീവ് ടു എ ഇൻ ദി എക്സ് ആക്സിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ടൈം കിട്ടും. കാരണം ടൈം ഈസ് നോട്ട് റിലേറ്റീവ്, അതുകൊണ്ട് നമുക്ക് ടൈം ഏത് റിലേറ്റീവ് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം തന്നെയാണ്. ഓക്കെ, ടൈം റിലേറ്റീവ് ആണ്, അത് സ്പേസ് പോകുന്ന സമയത്ത്. പക്ഷേ അത്രയും ലെവലിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇതൊന്നും ടാൻജൻസിന് നോർമൽ ആക്സലറേഷൻ നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഇത് ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലേക്കുള്ള ആക്സലേഷൻ നമ്മൾ ടാൻജൻഷ്യൽ ആക്സലേഷനും വെലോസിറ്റീൻ്റെ
ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാൻ. ദാറ്റ് മീൻസ് വെലോസിറ്റിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിലേഷനെ എന്താണ് നോർമൽ ആക്സിലേഷൻ എന്ന് വിളിക്കും. ടാൻജൻഷ്യൽ ആക്സിലേഷൻ കിട്ടണമെങ്കിൽ എന്താണ് എ കോസ് തീറ്റ എന്ന് അറിയില്ല. അപ്പോൾ ദാറ്റ് മീൻസ് എ ഡോട്ട് വി ഡിവൈഡ് ബൈ എ ഡോട്ട് ബിയിൽ എ വി കോസ് തീറ്റ ഉണ്ട്, പക്ഷേ വിയുടെ ആവശ്യമില്ല. എ കോസ് തീറ്റ ദാറ്റ് മീൻസ് വിയുടെ മാഗ്നിറ്റ്യൂഡ്. ശരി, എന്നിട്ടോ ഇത് കിട്ടി, മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ, ദാറ്റ് ഈസ് വി ക്യാപ്പ്. വി ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വി വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി നോർമൽ ആക്സിലേഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ ടാൻജൻഷ്യൽ ആക്സിലേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ ആക്സിലറേഷനും പ്ലസ് നോർമൽ ആക്സിലറേഷനുമാണ്. അപ്പം നോർമൽ ആക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ആക്സിലറേഷൻ മൈനസ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈ രീതി കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ ആക്സിലറേഷൻ കിട്ടും.